വെൽക്കം ടു ഹിന്ദി ഹബ്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് SSLC ഹിന്ദിയിലെ അവസാനത്തെ ചാപ്റ്ററായ സിലാ ബിൻതി ലഡ്കിയാം എന്ന കവിതയാണ്. കവി ഏകാന്ത് ശ്രീവാത്സവ്. എന്താണ് സിലാ ബിൻതി ലഡ്കിയാം? സില, കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ വീണ് കിടക്കുന്ന നെൽക്കതിര്. ബിൻതി, അത് പെറുക്കുന്ന. ലഡ്കിയ, പെൺകുട്ടികൾ. നെൽക്കതിരുകൾ പെറുക്കുന്ന പെൺകുട്ടികൾ. ഇത് വളരെ ചെറിയ ഒരു കവിതയാണെങ്കിലും വിശാലമായ അർത്ഥം നിറഞ്ഞ മനോഹരമായ ഒരു കവിതയാണ്. നമുക്ക് കവിതയിലേക്ക് പോകാം. എല്ലാവരും കണ്ണടച്ചുകൊണ്ട് കൊയ്ത്തു കഴിഞ്ഞ ഒരു പാഠം മനസ്സിൽ സങ്കല്പിക്കുക. दान कढ़ाई के बाद गाली खेतों में वे रंगीन चिड़ियों की तरह उतरती है. दान कढ़ाई के बाद, കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം. ഖാലി ഗേത്തോമേ, ഒഴിഞ്ഞ വയലുകളിൽ. വേ, അവർ ലഡ്കിയാം, രംഗീൻ ചിടിയോം കി തരഹ്, നിറമുള്ള പക്ഷികളെ പോലെ. ഉദർത്തിഹെ, ഇറങ്ങുന്നു. ഇവിടെ കവി പെൺകുട്ടികളെ നിറമുള്ള പക്ഷികൾ എന്ന രീതിയിൽ വർണ്ണിച്ചിരിക്കുകയാണ്. അപ്പോ ഫസ്റ്റില് 3 ലൈനിന്റെ മീനിങ്: ദാൻ കടായിക്ക് ബാ, കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം ഒഴിഞ്ഞ വയലുകളിൽ അവർ നിറമുള്ള പക്ഷികളെ പോലെ ഇറങ്ങുന്നു, പെൺകുട്ടികൾ. സിലാബീനെ, കതിരുകൾ പെറുക്കാൻ. സിലാബീനെ, കതിരുകൾ പെറുക്കാൻ. ചുണ്ടുക്കി ചുണ്ട്, എങ്ങനെയാണ് അവർ വരുന്നത്? കൂട്ടം കൂട്ടമായി. അവർ ഏക് ഗേത്ത് സേ ദൂസരി ഗേത്ത് മേ, ഒരു വയലിൽ നിന്ന് മറ്റൊരു വയലിലേക്ക്. ഉർത്തി ഫിർത്തി ഹെ, പറന്നു നടക്കുന്നു. അപ്പോൾ കതിരുകൾ പെറുക്കാൻ അവർ കൂട്ടം കൂട്ടമായി ഒരു വയലിൽ നിന്ന് മറ്റൊരു വയലിലേക്ക് പറന്നു നടക്കുന്നു. ഇവിടെ കവി പെൺകുട്ടികളെ പക്ഷികളോട് ഉപമിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാറിപ്പറന്ന് നടക്കുന്നു എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരാഗ്രാഫ്. धूपराज हो, विष्णु भोग या नाग केसर, वे रंग और खुशबू से उन्हें पहचान लेती है. ധൂപരാജ്, വിഷ്ണുഭോഗ്, ഇവ രണ്ടും ഒരിനം നെല്ലിനങ്ങളാണ്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ ഇവിടങ്ങളിൽ കാണുന്ന ഒരു നെല്ലിനങ്ങളാണ് ധൂപരാജ്, വിഷ്ണുഭോഗ്. നാഗകേസർ എന്നതൊരിനം ഔഷധ ചെടിയാണ്. അപ്പൊ ധൂപരാജ് ഹോ, ധൂപരാജ് ആണെങ്കിലും വിഷ്ണുഭോഗ് യാ നാഗകേസർ, വിഷ്ണുഭോഗ്, നാഗകേസർ ഇവയൊക്കെ ആണെങ്കിലും വേ രംഗ് ഔർ ഖുഷ്ബൂ സേ ഉനെ പഹചാൻ ലേത്തി ഹെ. വേ, അവർ, പെൺകുട്ടികൾ, രംഗ്, അതിന്റെ നിറവും, ഖുഷ്ബു, സുഗന്ധവും കൊണ്ട് ഉനെ പഹചാൻ ലേത്തി ഹെ, അതിനെ തിരിച്ചറിയുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അവർക്ക് ഈ പ്രകൃതിയും മണ്ണുമായും നെല്ലുമായും അത്രത്തോളം ബന്ധമുണ്ടെന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ആ പാടത്തെ കാഴ്ച കാണേണ്ടതാണ്. ദോപ്ഹർ ബർ, ദോപ്ഹർ ബർ, ഉച്ച മുഴുവൻ. ഫൈലി രഹതി ഹെ, അവിടെ വ്യാപിച്ചു കിടക്കുന്നു. എന്താണ് വ്യാപിച്ചു കിടക്കുന്നത്? പീലി ധൂപ്പുമേ, മഞ്ഞ വെയിലിൽ. ഉൻകി ഹംസി, അവരുടെ ചിരിയും. ഔർ ഗുൻഗുനാഹട്ട്, അവരുടെ മൂളിപ്പാട്ടും. ഉച്ച മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു, മഞ്ഞ വെയിലിൽ അവരുടെ ചിരിയും അവരുടെ മൂളിപ്പാട്ടും. ദോപ്ഹർ ബർ, ഉച്ച മുഴുവൻ. പീലി ധൂപ്പുമേ, മഞ്ഞ വെയിലിൽ. ഉൻകി ഹംസി, അവരുടെ ചിരിയും. അവർ ഗുൻഗുനാഹട്ട്, അവരുടെ മൂളിപ്പാട്ടും. ഫൈലി രഹതി, അവിടെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു. എന്താണ് പറയുന്നത്? അവർ ദാരിദ്ര്യം കൊണ്ടാണ് ഈ പാടത്തോട്ട് വന്നിരിക്കുന്നത്, പക്ഷെ അവരുടെ സന്തോഷത്തോടെയാണ് അവർ ഈ ജോലി ചെയ്യുന്നത് എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അവർ ചിരിച്ചും കളിച്ചും അവരുടെ ജോലിയിൽ സന്തോഷം കണ്ടെത്തുന്നു എന്നാണ് കവി നമ്മോട് പറയുന്നത്. ഉൻകെ ബാലോമയും, അവരുടെ മുടിയിൽ. ഹംസേ രഹത്തെ ഹെ, ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കനേർ കെ ഫൂൾ, അരളിപ്പൂക്കൾ. അരളിപ്പൂക്കൾ അവരുടെ അവരുടെ മുടിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ സൗന്ദര്യവും സന്തോഷവുമാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്.
അപ്പോൾ എനിക്ക് പാലോമേ ഹംസത്തെ രഹത്തെ ഹെ, അവരുടെ മുടിയിൽ ചിരിച്ചു കൊണ്ടിരിക്കുന്നു കനേർക്കെ ഫൂൾ, അരളിപ്പൂക്കൾ. ഔർ എക് ഗുലാബി റോഷ്നി, ഒരു പിങ്ക് കളറുള്ള പ്രകാശം, ഉൻകെ ചേഹരെ സെ, അവരുടെ മുഖത്തിൽ നിന്ന്, ഫൂഡ് കർ, പൊട്ടിപ്പുറപ്പെട്ട്, ഫൈൽത്തി രഹത്തി ഹെ ധർത്തി പർ, ഭൂമി മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. ഭൂമി മുഴുവൻ എന്ന് പറയുന്നത് ആ ഏരിയ മുഴുവൻ, ആ ഫീൽഡ് മുഴുവൻ. അപ്പോൾ ഔർ എക് ഗുലാബി റോഷ്നി ഉൻകെ ചേഹരെ സെ ഫൂഡ് കർ ഫൈൽത്തി രഹത്തി ഹെ ധർത്തി പർ, ഒരു പിങ്ക് കളറുള്ള പ്രകാശം അവരുടെ മുഖത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ഫൈൽത്തി രഹത്തി ഹെ, വ്യാപിച്ചു കിടക്കുന്നു, ധർത്തി പർ, ആ ഏരിയ മുഴുവൻ. ഇത് അവരുടെ പ്രതീക്ഷയുടെ പ്രകാശമാണ് എന്നാണ് കവി ഇവിടെ നമ്മോട് സൂചിപ്പിക്കുന്നത്. എന്ത് പ്രകാശമാണ്? അവരുടെ പ്രതീക്ഷയുടെയും അവരുടെ ദാരിദ്ര്യത്തിന്റെയും ഒക്കെ ഒരു പ്രകാശമായിട്ടാണ് കവി നമ്മോടിത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ പാട്ട് പാടിയും ചിരിച്ചും അവർ അവരുടെ ജോലിയിൽ മുഴുകുകയാണ്. ഇനി എപ്പോഴാണ് അവർ വീട്ടിലോട്ട് പോകുന്നത്? ജബ് ചുക്കിനെ ലഗത്തെ ഹെ ദിൻ കെ ഖന്ദെ, और उन्हें लगता है कि इतनी बालियों से हो जाएगा तैयार, 1 जून के लिए बड़की पर बात वे लौट जाती है घर. ജബ് ചുക്കിനെ ലഗത്താഹ്, എപ്പോഴാണ് താഴുന്നത്, കുനിയുന്നത്? എന്ത്? ദിൻ കെ കന്തേ, പകലിന്റെ തോളുകൾ, പകലിന്റെ ഷോൾഡർ. പകലിന്റെ ഷോൾഡർ കുനിയ എന്നത് കൊണ്ട് കവിയുടെ ഉദ്ദേശിക്കുന്നത് സന്ധ്യാസമയമാവുക എന്നതാണ് കേട്ടോ. അപ്പൊ പകലിന്റെ ഷോൾഡർ, പകലിന്റെ തോളുകൾ കുനിയുമ്പോൾ, ചുക്കിന കുനിയുക, കന്തേ ഷോൾഡർ. അവർ ഉനേ ലഗത്താഹെ, അപ്പോൾ അവർക്ക് തോന്നും, കി ഇത്തനീ ബാലിയോംസെ, ഇത്രയും ധാന്യങ്ങൾ കൊണ്ട്, ഹോ ജായേഗ തയ്യാർ, തയ്യാറാക്കാൻ സാധിക്കും, 1 ജൂൺ കെ ലിയെ, ഒരു നേരത്തിന് വേണ്ടി, ബടക്കി ബർ ബാത്ത്, ബടക്കി ആണ് ഒരു കുഞ്ഞു പാത്രം, ഒരു ചെറിയ പാത്രം നിറയെ, ബർ നിറയെ, ബാത്ത് ചോറ്, വേ ലൗട്ട് ജാത്തി ഹെ ഗർ, അവർ വീട്ടിലോട്ട് പോകുന്നു. അവർ വൈകുന്നേരമാകുമ്പോൾ അവർ വീട്ടിലോട്ട് പോകുമ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇത്തനീ ബാലിയോം സെ ഹോ തയ്യാർ, ഹോ ജായേഗ തയ്യാർ, ഇത്രയും ധാന്യങ്ങൾ കൊണ്ട് അവർക്ക് തയ്യാറാക്കാൻ കഴിയും. എന്ത്? 1 ജൂൺ കെ ലിയെ ബടക്കി ബർ ബാത്ത്, ഒരു നേരത്തിന് ഒരു ചെറിയ തളിക നിറയെ ചോറ്. അപ്പോഴാണ് അവർ വൈകുന്നേരം സമയത്ത് തിരിച്ചു പോകുന്നത്. ജബ് ചുക്കിനെ ലഗത്തെ ഹെ ദിൻ കെ കന്ത്, എപ്പോഴാണോ പകലിന്റെ തോളുകൾ കുനിയുന്നത്, ഔർ ഉനേ ലഗത്താ ഹെ, അപ്പോൾ അവർക്ക് തോന്നുന്നു, ഇത്തനീ ബാലിയോംസെ, ഇത്രയും ധാന്യമണികൾ കൊണ്ട്, ഹോ ജായേഗ തയ്യാർ, തയ്യാറാക്കാൻ സാധിക്കും, 1 ജൂൺ കെ ലിയെ ബടക്കി ബർ ബാത്ത്, ഒരു നേരത്തിന് വേണ്ടി ഒരു ചെറിയ പാത്രം നിറയെ ചോറ്, വേ ലൗട്ട് ജാത്തി ഹെ ഗർ, അപ്പോൾ അവർ തിരിച്ചു പോകുന്നു. ഇവിടെ ഈ വരിയിൽ നിന്ന് തന്നെ നമുക്ക് അവരുടെ ദാരിദ്ര്യത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പെൺകുട്ടികൾ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. അവർക്ക് ആരോടും പരാതി പറയാനില്ല. ഇനി അവർ പോയി കഴിഞ്ഞാലോ? ഇതാണ് കവിതയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ്. ജൈസെ ചോഞ്ച് മാർക്കർ ഉഡ് ജാനെ കെ ബാദ് ബി, ജൈസെ ചോഞ്ച് ഏതുപോലെയാണെന്നാണ് കവി ഇവിടെ പറയുന്നത്. ചോഞ്ച് മാർക്കർ എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ചുണ്ടുകൊണ്ട് കൊത്തുന്നതിനാണ് ചോഞ്ച് മാർക്കർ. കൊത്തിക്കൊണ്ട്, ഉഡ് ജാനെ കെ ബാദ് ബി, പറന്നു പോയതിന് ശേഷവും, ബഹുത്ത് ദേർ തക്ക്, കുറേ സമയം വരെ, ബരാരഹത്താഹെ നിറഞ്ഞു നിൽക്കുന്നു, പാനീമേ വെള്ളത്തിലെ, ജലപാങ്കി കാ സംഗീത്, ജലപാങ്കി ജലപക്ഷി, നീർപക്ഷികളുടെ സംഗീതം. ഇവിടെ പറഞ്ഞത് വെള്ളത്തിൽ വന്നിട്ട് പക്ഷികൾ, ജലപക്ഷികൾ എന്തെങ്കിലും കൊത്തിക്കൊണ്ട് പറന്നു പോയാൽ കുറേ നേരം വരെ, കുറച്ച് നേരം കൂടെ അവിടെ നിറഞ്ഞു നിൽക്കുന്നു. എന്ത്? അവരുടെ സംഗീതം എന്ന് വെച്ചത് ആ വെള്ളത്തിന്റെ ഓളത്തെയാണ് ഇവിടെ സംഗീതം എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ചോഞ്ച് മാർക്കർ ഉഡ്ജാനേക്ക് പാദബി, കൊത്തിക്കൊണ്ട് പറന്നു പോയിട്ടും, ബഹുത്ത് ദേർത്ത, കുറേ സമയം വരെ, ബരാരഹത്താഹി അവിടെ നിറഞ്ഞു നിൽക്കുന്നു, പാനീമേ വെള്ളത്തിലെ, ജലപാങ്കിക്ക സംഗീത് ജലപക്ഷികളുടെ സംഗീതം, ഓളങ്ങൾ. അപ്പൊ അതുപോലെയാണ് എന്തെന്നാ പറയുന്നത്? ഗാലി ഗേത്തോമയം ഒഴിഞ്ഞ വയലിൽ, ബഹുത്ത് ദേർത്ത കുറേ സമയം വരെ, ബരാരഹത്താഹെ നിറഞ്ഞു നിൽക്കുന്നു, ഉൻകാഹോന അവരുടെ സാന്നിധ്യം. ആരുടെ? പെൺകുട്ടികളുടെ. ഇവിടെയും പെൺകുട്ടികളെ ഒരു പക്ഷികളുമായി ഉപമിച്ചിരിക്കുകയാണ്. പക്ഷികൾ വെള്ളത്തിൽ വന്ന്, നീർപക്ഷികൾ വെള്ളത്തിൽ വന്ന് എന്തെങ്കിലും കൊത്തി പറന്നു പോയാൽ ആ വെള്ളത്തിൽ കുറച്ചു നേരം അവരുടെ സാന്നിധ്യം നിലനിൽക്കുന്നത് പോലെ, വെള്ളത്തിന്റെ ഓളങ്ങൾ നിലനിൽക്കുന്നത് പോലെ, ഒഴിഞ്ഞ വയലിൽ നിന്ന് ഈ പെൺകുട്ടികൾ പോയാലും കുറച്ച് സമയം വരെ അവരുടെ സാന്നിധ്യം അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നാണ് കവി സൂചിപ്പിക്കുന്നത്.
അവരുടെ ചിരി, അവരുടെ കളി, അവരുടെ തമാശകൾ എല്ലാം അവിടെ തങ്ങി നിൽക്കുന്നുണ്ട് എന്നാണ് കവി നമ്മോട് പറയുന്നത്. ദാരിദ്ര്യത്തിനിടയിലും ജീവിതത്തെ മനോഹരമായി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പെൺകുട്ടികളുടെ ജീവിത കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവരുടെ കഷ്ടപ്പാടുകൾക്കിടയിലും അവരുടെ സന്തോഷത്തെയും പ്രതീക്ഷയുമാണ് കവി ഈ കവിതയിൽ വർണ്ണിച്ചിട്ടുള്ളത്. കവിത നന്നായിട്ട് വായിക്കുക, അർത്ഥം മനസ്സിലാക്കുക. ഇതുപോലെ എല്ലാ ചാപ്റ്ററിൻ്റെയും എക്സ്പ്ലനേഷനും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു കവിത കൂടിയാണിത്. താങ്ക് യു.